ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു പോലീസിന്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. ആരാ എന്താന്ന് ഞാൻ പറയണേ, കൂടുതലായിട്ട് ഞാൻ പടത്തിന്റെ വിശേഷങ്ങൾക്ക് പോണേ. ആ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണാന്ന് പറഞ്ഞാൽ മസ്റ്റ് മൂവി. അതായത് പിന്നെ എൻഡിൽ, അതായത് പടത്തിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടത്തിന്റെ എൻഡിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ചിട്ട് അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ബിജു ചേട്ടൻ, ഞാൻ എപ്പോഴും പറഞ്ഞത് ബിജു ചേട്ടനെ നമ്മൾ കൊമേഡിയൻ നടൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളെ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. ബട്ട് മൂപ്പരാൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്ത് വെച്ചിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു ഫാദറിന്റെ ക്യാരക്ടർ ഞാൻ വീണ്ടും പറയാണ്. പിന്നെ പടത്തിനെ കുറിച്ച് ഓൾ ഓവർ ആയിട്ട് പറയുകയാണെങ്കിൽ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. അതായത് കൊടുക്കേണ്ടടുത്ത് മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്തിരിക്കണം. അതുപോലെ ക്യാരക്ടറോട് ഇനിയും പറയുകയാണെങ്കിൽ നമ്മളെ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജ് ഉണ്ട്. ആദ്യത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, 15 സെക്കൻഡേറ്റ് ഉള്ളൂ എന്ന് തോന്നണേ. ബട്ട് മൂപ്പരാൾ അതിൽ പറഞ്ഞ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളുണ്ട്, കോമഡി സീൻസ് ഉണ്ട്. അതുപോലെ അടുത്ത കോമഡി സീൻസ് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു കോമഡി സീൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചിരിക്കാനുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട്